അപ്പോഴേ നാളെ എൻ്റെ പപ്പയും അമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ ഇത് രാത്രിയാണ്. അപ്പോൾ രാത്രി തന്നെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് ചില്ലാക്കാം അവർ വരുമ്പോൾ. ചാളയുള്ളതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് ഇരുമ്പുളി പറിച്ച് പീര പറ്റിക്കാമെന്ന് ഓർത്തു കേട്ടോ. ഇരുമ്പുളി കറക്റ്റ് ടൈമാണ്, നല്ല മൂത്ത് കിടപ്പുണ്ട്, നല്ല പുളിയായിരിക്കും. അപ്പോൾ രാത്രി തന്നെ ഞാൻ കയ്യോടെ അതൊക്കെ ഇങ്ങ് പറിച്ചും കൊണ്ടിങ്ങ് എടുത്തു. ഇത് 2-3 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ താമസിച്ച് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2-3 ദിവസം തീരെ സൗണ്ടെന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. 2 ദിവസം അവർക്ക് അവധിയായതുകൊണ്ട് ഇവരോട് ഒച്ചയെടുത്ത് എൻ്റെ സൗണ്ട് ഫുള്ള് പോയി കിടക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് തുറന്ന് സംസാരിക്കാറായത്. അതുകൊണ്ട് ഞാൻ വോയിസൊക്കെ കൊടുത്ത് വേഗം വീഡിയോ ഇടാമെന്ന് വെച്ചു കേട്ടോ. ഇടയ്ക്ക് കീന്ന് പറഞ്ഞ സൗണ്ടൊക്കെ പോകും, ഒന്ന് ക്ഷമിക്കുക. പിന്നെ പുളിയൊക്കെ പറിച്ച് വന്നപ്പോൾ തേങ്ങയില്ലായിരുന്നു കേട്ടോ. ഞാൻ വേഗം തേങ്ങയൊക്കെ പൊതിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ പൊതിച്ച് കഴിഞ്ഞ് അതിൻ്റെ കുഞ്ഞു പൊടികളൊക്കെ വേഗം വൃത്തിയാക്കിയിട്ടുണ്ട്. കയ്യോടെ തന്നെ ശക്കലം തേങ്ങാവെള്ളം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തേങ്ങാവെള്ളം അങ്ങ് കുടിച്ചു. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ചാളയും ഇരുമ്പുളിയൊക്കെ അങ്ങ് കുരുകുരാന്നങ്ങ് അരിഞ്ഞ്, ചാള മാത്രം കുരുകുരാന്നരിഞ്ഞു, ഇരുമ്പുളി 4ആയിട്ട് കീറി അങ്ങ് ഇട്ടു കേട്ടോ. പുളിയല്ലേ അതിനകത്ത് എന്താ പറയുക, വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ഇങ്ങ് ആവി കയറുമ്പോഴത്തേക്കും വെന്തോളും. നല്ല പോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പുകല്ലിട്ട് നന്നായിട്ടങ്ങ് കൈ കൊണ്ടങ്ങ് തിരുമ്മി അങ്ങ് അടുപ്പത്ത് മൂടി അങ്ങ് വെച്ചു കേട്ടോ. ശക്കലം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നാലും എന്തായാലും പുളി വെള്ളമാകും, അതുകൊണ്ട് അടിയിലും കൂടെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിറയില്ല ശക്കലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് മൂടി അങ്ങ് വെച്ചു. ചിരണ്ടിയതിൻ്റെ ബാക്കി വന്ന തേങ്ങ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോയപ്പോഴാണ് നമ്മുടെ കാന്താരിമുളക് ഇരിക്കണം കണ്ടത്. ഞാൻ വേഗം 2-3 കൊണ്ടുവന്ന് മൂടി തുറന്ന് നമ്മുടെ മീനിനകത്തേക്ക് വേഗം ഇട്ടു. മീൻ ആവി വരുന്നതിനൊപ്പം തന്നെ വേഗം ബീഫിനുള്ളതും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അരിഞ്ഞ് കഴിഞ്ഞില്ല, അപ്പോഴത്തേക്കും നല്ല ബീഫൊക്കെ നന്നായിട്ട് കഴുകി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നമ്മൾ കുക്കറിലേക്ക് വെച്ചു. പിന്നെ ഉണ്ടല്ലോ വേഗം തേങ്ങ ചിരണ്ടി മിക്സിക്കകത്തിട്ട് പയ്യെ ഒന്ന് ഒതുക്കിയെടുത്തു കേട്ടോ. തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കൂടി അതേപോലെ ഇട്ടിട്ട് ഇളക്കാതെ അങ്ങ് മൂടി അങ്ങ് വെച്ചു കേട്ടോ. മിക്സി കഴുകി ശക്കലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തേ. ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ എൻ്റെ തൊണ്ട അങ്ങ് ഈങ്ങി വലിഞ്ഞങ്ങ് എത്തണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് ഉണ്ടാകും. ഇത്രയും കാര്യം അടുക്കള ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ബിഗ് ബോസ് ഒക്കെ തുടങ്ങി. ഞാൻ ഒറ്റ ദിവസത്തെ എപ്പിസോഡും മുടക്കില്ല കേട്ടോ, എല്ലാം ഇരുന്ന് കാണും. പക്ഷേ എന്തോ ഇത്തവണ അത്ര ഇൻട്രസ്റ്റ് തോന്നണില്ല കേട്ടോ, എൻ്റെ അഭിപ്രായം പറഞ്ഞാണേ. ഓൾമോസ്റ്റ് എല്ലാം അരിഞ്ഞ് കഴിഞ്ഞായിരുന്നു. പിന്നെ വെളുത്തുള്ളിയുടെ തൊണ്ട് പൊളിക്കണ ഇച്ചിരി ടാസ്ക് ആയതുകൊണ്ട് ടിവിയുടെ മുന്നിലിരുന്ന് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. അതിനിടയ്ക്ക് അവൻ കുഞ്ഞാൻ ആ തക്കാളി തിന്നാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ അവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തൽക്കാലം ഒരു കുഞ്ഞു കഷ്ണം എടുത്ത് വായിൽ വെച്ച് കൊടുത്തു. കാണാതെ അവൻ അതിൻ്റെ ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോകണ്ടായിരുന്നേ. അപ്പൂന് അങ്ങനെ പച്ചയ്ക്ക് തിന്നാനുള്ളൊന്നും താല്പര്യമില്ല കേട്ടോ. കുഞ്ഞിതിനാണ് പച്ചക്കറി എല്ലാം അവൻ പച്ചയ്ക്ക് തിന്നും. തക്കാളി, വെണ്ടയ്ക്ക, കോവയ്ക്ക, പാവയ്ക്ക വരെ അവൻ പച്ചയ്ക്ക് എടുത്ത് തിന്നോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. അവന് ഏറ്റവും ഇൻട്രസ്റ്റ് പച്ചയ്ക്ക് എടുത്ത് തിന്നലാണേ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഒത്തിരി താമസിച്ച വീഡിയോയാന്ന്. അതെന്താ വെച്ചാൽ ഇവർ ഫാമിലി വീക്ക് നടക്കുമല്ലായിരുന്നു. അപ്പോൾ അനീഷിൻ്റെയൊക്കെ അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ വന്നപ്പോഴേ ശരിക്കും സങ്കടം വന്നു കേട്ടോ. ഞാൻ ശരിക്കും കരഞ്ഞു പോയി. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഇവരെല്ലാം എന്നെ കളിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവിടെ നീറ്റ് വന്ന് നമ്മുടെ കറിയുടെ അടുത്തേക്ക് എന്നെ എത്തിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നേ. കറിയൊക്കെ ടേസ്റ്റ് നോക്കി നല്ല കറിയായിരുന്നു കേട്ടോ. ഞാൻ വെച്ചതുകൊണ്ട് പറയണതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം പുളിയൊക്കെ ഇങ്ങനെ ചാളയിലേക്ക് പിടിച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫും ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗിച്ച് ചീഞ്ചട്ടി വെച്ച് നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ വഴറ്റി, ഞാൻ കടുക് ഇഷ്ടം പോലെ ഇച്ചിരി അധികം ഇടും കേട്ടോ ഇറച്ചിക്കറിക്ക്. കാരണം ഇറച്ചിക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ കടുക് പൊങ്ങിക്കിടക്കണം കാണാൻ നല്ല രസമാണ് കേട്ടോ. മാത്രമല്ല നമ്മൾ എന്താ പറയുക, നല്ലൊരു ഐശ്വര്യം കൂടിയാണ് ആ കറി കാണുമ്പോൾ. അങ്ങനെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് എല്ലാം കൂടി അങ്ങ് ഇട്ട് വഴറ്റി നല്ലപോലെ അതിനകത്തേക്ക് തന്നെ പൊടികളും ഇട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നേ. പക്ഷേങ്കിൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടല്ലോ അധികം ചുവന്നുള്ളിയും തേങ്ങാക്കൊത്തും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റണം കേട്ടോ. ഇത് നല്ല മൂത്ത തേങ്ങയുടെ കൊത്തായിരുന്നേ. നല്ല ഇളവൻ തേങ്ങയുടെ കൊത്തായിരുന്നെങ്കിൽ ഈ ബീഫിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്നല്ല കേട്ടോ, ആയിരിക്കും എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. എൻ്റെ നാക്ക് ഇടയ്ക്ക് ഇങ്ങനെ വള്ളിക്കെട്ട് വീഴുന്നുണ്ട്. ഇരുന്നോട്ടോന്നല്ല കേട്ടോ, ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എൻ്റെ നാക്ക് ഇടയ്ക്ക് ഇങ്ങനെ വള്ളിക്കെട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അതൊന്ന് ക്ഷമിക്കുക. തലേ ദിവസം ബീഫ് കറി വെച്ചിട്ട് പിറ്റേ ദിവസം അതെടുത്ത് ഇങ്ങനെ വഴറ്റി റോസ്റ്റാക്കി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതാണ് തലേ ദിവസമേ കറി വെച്ച് വെക്കണത്.
അതിനകത്ത് ചേരേണ്ടതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചേർന്ന് നല്ല സെറ്റപ്പായിട്ട് ഇരുന്നോളും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ 2-3 ചാള ഇങ്ങനെ തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതും കൂടെ കയ്യോടെ അങ്ങ് വറുത്തെടുത്തു കേട്ടോ. അങ്ങനെ ബീഫ് ഞാൻ തട്ടിപ്പൊത്തി ചട്ടിയിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ചാള വറുത്തതും ഇരുമ്പുളി ഇട്ട് പീര വറ്റിച്ച ചാളയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രിയിലത്തേക്ക്. പിന്നെ അതിൻ്റെ കൂടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിജയമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ പണിയും കൂടെ അങ്ങ് വേഗം തീർത്ത് വെച്ചു. രാത്രി ഒരുമാതിരി ഒതുക്കിയാൽ പിന്നെ നമുക്ക് നേരം വിളിക്കുമ്പം ബാക്കിയുള്ളത് നോക്കിയാൽ മതിയല്ലോ. ബിഗ് ബോസ് ഇരുന്ന് കാണണം എന്ന് ഓർത്താണ് കേട്ടോ. അപ്പോഴത്തേക്കും വിശക്കുന്ന അമ്മേന്ന് പറഞ്ഞ് വിളി തുടങ്ങി. അപ്പം ഞാൻ ചോറ് കൊടുക്കട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.